ചികിത്സാ പിഴവ് ആരോപിച്ച് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ അർദ്ധരാത്രി മൃതദേഹവുമായി ബന്ധുക്കളുടെ പ്രതിഷേധമുണ്ടായി. പനിയെ തുടർന്ന് ചികിത്സയിലായിരുന്ന പുന്നപ്രയിലെ 70 വയസ്സുകാരി ഉമൈബയാണ് ഇന്നലെ വൈകുന്നേരം മരിച്ചത്. നട്ടല് കുത്തി പരിശോധിക്കാൻ പറഞ്ഞിട്ട് പോലും അതെന്തായിട്ടില്ല. പരിശോധിക്കാതാണ് ഇവിടുന്ന് എന്തായത് കോട്ടയത്തേക്ക് ഡിസ്ചാർജ് ചെയ്ത് വിട്ടത്. സൂപ്രണ്ട് വിളിച്ച് ബഹളം വെച്ചിട്ടാണ് എന്താക്കിയത്, ICUയിലോട്ട് ഉമ്മായി മാറ്റിയത്. അപ്പോൾ അത്രയും നേരം ബെഡ് കൊണ്ട് ICUയിലോട്ട് മാറ്റേണ്ട പേഷ്യൻ്റ് ആണെന്ന് HODക്ക് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഉമ്മായി അഡ്മിറ്റ് ചെയ്ത ഡോക്ടറിന് അറിയാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇവരോട് വന്നിട്ട് PGയോട് വിളിച്ച് ഇത് PG വന്നിട്ട് ഇത് നട്ടലുകുത്തി പരിശോധിക്കുന്ന വിഷയം സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞ കാര്യം ചോദിച്ചപ്പോൾ അവർ വെച്ചാൽ എന്ത് സൂപ്രണ്ടെന്നാണ്. അപ്പോൾ ഈ സൂപ്രണ്ടിന് പോലും ഈ ഹോസ്പിറ്റലിൽ അപ്പോൾ വിലയില്ലേ? അപ്പോൾ പിന്നെ നമ്മൾ സാധാരണക്കാർ എന്താ ചെയ്യുക? എവിടെ പോയി ഇത് പരാതി പറയുക? എനിക്കിപ്പോൾ അറിയേണ്ടത് ഞാനിത് എവിടെയാണ് പരാതിപ്പെടേണ്ടതെന്നുള്ളതാണ്. മനീഷ് മോഹിപാൽ ആലപ്പുഴയിൽ നിന്നും തത്സമയം ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ ഈ അർദ്ധരാത്രിക്കായിരുന്നോ ഈ പ്രതിഷേധം? അതെങ്ങനെയാണ് പിന്നീട് അവസാനിച്ചത്? ഇന്നലെ രാത്രി 11:45 ഈ പ്രതിഷേധം ആരംഭിച്ചത്. അതായത് ഈ 25 ദിവസങ്ങൾക്ക് മുൻപാണ് ഉമൈബയെ സാധാരണ ഒരു പനി എന്ന രൂപത്തിൽ പനി ഉണ്ടായതിനെ തുടർന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് അസുഖം മൂർച്ഛിച്ചു. ഇവർ പറയുന്നത് ആദ്യം ഡോക്ടറെ കണ്ടിരുന്നുവെങ്കിലും പിന്നെ ആദ്യത്തെ 5 ദിവസം വേണ്ട പരിചരണം ലഭിച്ചിരുന്നില്ല. അങ്ങനെ ആരോഗ്യസ്ഥിതി വഷളായി. സാധാരണ ജനറൽ മെഡിസിൻ വിഭാഗം വാർഡിലായിരുന്നു കിടന്നിരുന്നത്. പിന്നീട് അവിടെ വേണ്ട പരിചരണം ലഭിച്ചിരുന്നില്ല. അവസാനം 10-15 ദിവസങ്ങൾക്ക് ശേഷമാണ് ആശുപത്രി സൂപ്രണ്ടിൻ്റെ നിർദ്ദേശപ്രകാരമായിരുന്നു പിന്നീട് ക്രിട്ടിക്കൽ കെയർ യൂണിറ്റിലേക്ക് അടക്കം തന്നെ മാറ്റിയത്. അപ്പോഴത്തേക്കും അസുഖം മൂർച്ഛിച്ചു. പിന്നീട് ആകെ ക്ഷീണിതയായി കോമ സ്റ്റേജിൽ പോലും ആകുന്ന സ്ഥിതിയിലേക്ക് എത്തിയെന്ന് ബന്ധുക്കൾ പറയുന്നു. അങ്ങനെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നാൽ ജീവൻ രക്ഷിക്കാനാകില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ മറ്റുള്ള സ്റ്റാഫുകളൊക്കെ തന്നെ ഇവരോട് നിർദ്ദേശിച്ചിരുന്നു. മറ്റേതെങ്കിലും സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയാൽ ചിലപ്പോൾ ഈ അമ്മയുടെ ജീവൻ രക്ഷിക്കാനാകുമെന്ന് അവർ പറഞ്ഞിരുന്നു. പിന്നീടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഉമൈബയെ റെഫർ ചെയ്തത് മിനിഞ്ഞാന്ന് വൈകിട്ടോടുകൂടി കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പക്ഷേ അവിടെ ഗുരുതരാവസ്ഥയിൽ എത്തിയിട്ട് ഉമൈബയുടെ ജീവൻ രക്ഷിക്കാനായില്ല. ഇന്നലെ വൈകിട്ട് 5 മണിയോടെ കോട്ടയം മെഡിക്കൽ കോളേജിൽ വെച്ച് ഉമൈബയുടെ ജീവൻ നഷ്ടമായി. അങ്ങനെയാണ് ഈ ആശുപത്രിക്കെതിരെ കുടുംബം രംഗത്തെത്തുന്നത്. മകൻ നിയാസും മറ്റു ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ഇന്നലെ രാത്രി 11:45 ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മുൻപിൽ അത്യാഹിത വിഭാഗത്തിന് മുൻപിലെത്തി സ്ട്രക്ചറിൽ മൃതദേഹം അവിടെ മുൻപിൽ തന്നെ ഈ അത്യാഹിത വിഭാഗത്തിന് മുൻപിൽ തന്നെ സ്ട്രക്ചറിൽ മൃതദേഹം കിടത്തിയ ശേഷം ഇതിൽ ഒരു നടപടി ഉണ്ടാകുന്നത് വരെ തങ്ങൾ മടങ്ങിപ്പോകില്ല എന്ന തീരുമാനമെടുത്തു. അങ്ങനെ 11:45 ശേഷം തുടങ്ങിയ പ്രതിഷേധം, ആ കുത്തിയിരിപ്പ് പ്രതിഷേധം രാത്രി വെളുപ്പിന് പുലർച്ചെ 1:30 വരെ നീണ്ടു. അങ്ങനെ ആശുപത്രി സൂപ്രണ്ട് അബ്ദുൾ സലാം സ്ഥലത്തെത്തി ഈ ഏതെങ്കിലും തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിന്മേലാണ് ഇവർ പിരിഞ്ഞു പോയത്. ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് വലിയ രീതിയിൽ ഉള്ള ചികിത്സാ പിഴവുണ്ടായി. ഡോക്ടർമാരാരും തിരിഞ്ഞു നോക്കിയില്ല. മറ്റ് സ്റ്റാഫുകൾ പോലും വേണ്ട രീതിയിൽ പരിചരിച്ചില്ല. പ്രായമായ ആളായതുകൊണ്ട് തന്നെ ICUയിലേക്കടക്കം മാറ്റുന്നതിൽ വലിയ രീതിയിലുള്ള അനാസ്ഥ ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. അങ്ങനെയുള്ള ഒരുപാട് ആരോപണങ്ങൾ ഇവർ ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ പ്രസവാനന്തര ചികിത്സയ്ക്കിടെ മരിച്ചത് 3 പേരാണ്. അങ്ങനെ വലിയ ആരോപണം മെഡിക്കൽ കോളേജിനെതിരെ ഉയരുന്നുണ്ട്. സാധാരണക്കാരുടെ അഭയകേന്ദ്രമാണ് സംസ്ഥാനത്തെ സർക്കാർ മെഡിക്കൽ കോളേജുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാ മെഡിക്കൽ കോളേജുകളുടെ കാര്യവുമല്ല. പക്ഷേ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലെ ചില ഡോക്ടർമാർ, ചില സ്റ്റാഫുകൾ, ചിലരുടെ ഭാഗത്തു നിന്നും വലിയ അനാസ്ഥ ഉണ്ടാകുന്നുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ ദിവസം മരിച്ചൊരു യുവതിയുടെ സംഭവത്തിൽ ആരോഗ്യമന്ത്രി പോലും അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്താണെങ്കിൽ ഇതിൽ ഇന്ന് അടിയന്തരമായി യോഗം ചേരുന്നുണ്ട്. ആർക്കെതിരെയാണ് വീഴ്ച ഉണ്ടാകുന്നത് മനസ്സിലാക്കി അവർക്കെതിരെ നടപടിയെടുക്കുമെന്ന കാര്യം കൂടി ഉറപ്പാണ്. ഓക്കെ, താങ്ക് യു. മനീഷ് മോഹിപാലാണ് വിവരങ്ങൾ നൽകിയത്. ശ്രീജ കണ്ണൂത്ത് പറയുന്നു, കാസർഗോട്ട് ഞങ്ങൾ സ്ത്രീധനമൊന്നും വാങ്ങാറില്ല. വളരെ സന്തോഷം. പല ജില്ലകളിലും പല സ്ഥലങ്ങളിലും ഈ സ്ത്രീധനത്തിന് അനുകൂലമായ തീരുമാനമല്ല അവർക്കുള്ളത്. നാട്ടുകാരൊക്കെ തന്നെ സ്ത്രീധനത്തിന് എതിരാണ്. വാങ്ങുന്നതൊക്കെ അവരെതിരാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ നാട്ടിലെ സ്ത്രീധനം ഒരു യാഥാർത്ഥ്യമായി തുടരുകയാണ്. വനിതാ കമ്മീഷനും അതേപോലെയുള്ള സ്ഥാപനങ്ങളും കൂടുതൽ കരുത്തോടെ പ്രവർത്തിക്കട്ടെ. ഒന്ന്, ഇതിനെതിരായിട്ടൊരു ബോധവൽക്കരണമാണ് ആവശ്യം. കാരണം ഈ സ്ത്രീധനം വാങ്ങുന്നത് എന്തോ അഭിമാനത്തിൻ്റെയൊക്കെ പ്രശ്നമായി മാറ്റുന്നു. മാത്രമല്ല അവിടുന്ന് അടിച്ചു മാറ്റുക എന്ന് കരുതി പെണ്ണ് കാണാൻ പോകുന്ന ആളുകൾ പോലും ഉണ്ട്. എന്നാൽ പുതിയൊരു തലമുറ നമ്മുടെ നാട്ടിൽ വളർന്നു വരികയാണ്. അവരെ ബോധവൽക്കരിച്ച് ഈ സ്ത്രീധനം വാങ്ങുന്നതൊക്കെ ഒരു കൊടിയ പാപമാണെന്ന ചിന്ത അവരിൽ ഉണ്ടാക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ലിസി പറയുന്നു, ഗുഡ് മോർണിംഗ് ലിസി. എല്ലാവരും അന്വേഷിക്കുന്നു. പക്ഷേ താങ്കളോട് കുറച്ച് പിണക്കമുണ്ട്. എൻ്റെ മെസ്സേജ് ഒന്നും വായിക്കുന്നില്ല. കുറേ പ്രേക്ഷകരൊക്കെ അങ്ങനെ പറയുന്നുണ്ട്.
കാര്യം ഒരുപാട് പ്രത്യേകിച്ച് അവധിക്കാലമാണല്ലോ, കുട്ടികളൊക്കെ വീട്ടിലുള്ള സമയമാണ്, അവരൊക്കെ ഈ വാർത്ത കാണുന്നു, അവരൊക്കെ സന്ദേശങ്ങൾ അയക്കുന്നു. അപ്പോൾ എല്ലാ സന്ദേശങ്ങളും ഉൾപ്പെടുത്താൻ നമുക്ക് കഴിയാതെ പോകുന്നു. വാർത്ത പറയാതിരിക്കാൻ പറ്റും. അമേരിക്കയിലിരുന്ന് ഈ വാർത്ത കാണുന്ന ഒരാൾക്ക് ചിലപ്പോൾ യൂട്യൂബ് വായിക്കുന്ന താല്പര്യം കാണില്ല. അപ്പോൾ നമുക്ക് വാർത്തകൾ കൂടി ഇടകലർത്തി അതിനിടയിൽ പുട്ടിന് മേമ്പൊടി പോലെ ചില യൂട്യൂബ് സന്ദേശങ്ങൾ വായിക്കാനേ പറ്റൂ എന്നുള്ളതാണ്. ബിജു കിഷൻ പറയുന്നു പയ്യന്നൂരിൽ നിന്ന്, എല്ലാ ഭാഗവും പഠിച്ചതിന് ശേഷം ഒരു കാര്യത്തിൽ ഇടപെടുന്നതല്ലേ നല്ലത്. തീർച്ചയായിട്ടും എല്ലാ വശവും പഠിക്കുന്നത് നല്ലതായിരിക്കും, പക്ഷേ താമസിച്ചു പോകരുത്.